അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 5ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട 15ാമത്തെ ചാപ്റ്റർ ഖവായിദ് തഫ്ഖീം റായിനെ തഫ്ഖീം ചെയ്യേണ്ട നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്. 5 നിയമങ്ങളാണ് റായിനെ തഫ്ഖീം ചെയ്യേണ്ട അഥവാ കനപ്പിച്ചുച്ചരിക്കേണ്ട സ്ഥലങ്ങൾ. പേരൻസും കൂടെ വേണ്ടിയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. നമുക്ക് വായിക്കാം. റായിനെ തഫ്ഖീം ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒറ്റ നോട്ടത്തിൽ. 1. റായിന്റെ ഹർക്കത്ത് ഫതഹു ലമ്മാവുക. ഉദാഹരണം റഫഅ റുസുലുൻ. റഫഅ റാ എന്നാണ് വായിക്കേണ്ടത്, റുസുലുൻ. ഇവിടെ റായിനിക്ക് ഫതഹാണ്, റഫഅ എന്നുള്ളത് റുസുൽ ലമ്മാണ്. റഫഅ റുസുൽ എന്ന് വായിക്കാൻ പാടില്ല. 2. സുകൂനുള്ള റായിന് മുമ്പ് ഫതഹു ലമ്മാവുക. ഉദാഹരണം ഫുർഖാൻ മർസദ്. ഫുർഖാൻ സുക്കൂൺ റാന് മുമ്പ് ലൊമ്മാണ്, അതല്ലെങ്കിൽ സുക്കൂറാന് മുമ്പ് ഫത്ഹാണ്, ഉദാഹരണം മർസദ്. 3. സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ഫത്ഹോ ലൊമ്മോ ആവുക. ഉദാഹരണം ഷഹർ. ഇവിടെ സാക്കിന റായിന് മുമ്പ് അക്ഷരത്തിന് സുക്കൂനാണ്, ഷഹർ ഹാഇന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പുള്ള ഫത്ഹോ ലൊമ്മാണ്. ഫജർ ഖുസ്ർ യുസ്ർ. 4. സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസ്ർ ആരിള്ള മുൻഫസിലാവുക. ഉദാഹരണം ഇർജിഇ അല്ലദി ഇർതല. ഇവിടെ ഇർജിഇ സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസ്ർ ആരിളാണ്. ആരിൾ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ സുക്കൂൻ. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഇർജിഇ എന്ന ആയത്തിനെ മുമ്പുള്ള ആയത്തുമായി കൂട്ടി വായിക്കുമ്പോൾ അവിടെ ആ അലിഫ് വായിക്കുന്നതല്ല, ഇർജിഇ എന്ന അലിഫ് വായിക്കുന്നതല്ല. അലിഫ് ഇവിടെ സൈലന്റ് ആവും. അതുകൊണ്ടാണ് ഇവിടെ ആരിൽ എന്ന് പറയുന്നത്. അല്ലദി ഇർതല. ഇവിടെ അല്ലദി ഇർതല എന്നുള്ളിടത്ത് മുൻഫസിലാണ്. അതായത് അല്ലദി എന്നതിനെയും ഇർത്തല എന്നതിനെയും വേറിട്ട് വായിക്കുമ്പോൾ കസ്ർ വരുന്നു. ഇർത്തല എന്ന് മുൻഫസിലായിട്ട് വേറിട്ട് വായിക്കുമ്പോൾ കസ്ർ വരുന്നു. എന്നാൽ അല്ലദിയുമായി കൂട്ടി വായിക്കുമ്പോൾ കസ്ർ വരുന്നുമില്ല, അലിഫിനെ ഉച്ചരിക്കുന്നില്ല എന്നർത്ഥം. അല്ലദി ഇർത്തല. ഇവിടെയും റായിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്. 5. സാക്കിനായ റായിന് മുമ്പ് കസ്റാവുകയും ശേഷം ഇസ്തിഅലായ നർഫിൽ ഉണ്ടാവുകയും ചെയ്യാം. ഉദാഹരണം മിർസാദ്. ഇവിടെ മിർസാദ് എന്നുള്ളിടത്ത് സാക്കിനായ റായിന് മുമ്പ് കസ്റാണ് മി, അതിന് ശേഷമുള്ള സ്വാദ് ഇസ്തിഅലായിന്റെ അർഫാണ്, അഥവാ ഹുസ്സലിഅത്തിൻ ഖിൽ എന്നീ അക്ഷരങ്ങളിൽ സ്വാദുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇസ്തിഅലായിന്റെ അർഫ് ഉണ്ടായതുകൊണ്ട് തഫ്ഖീമാണ്. ഖിർതാസ് സാക്കിന റായിന് മുമ്പുള്ള ഖാഫിന് കസ്റാണ്, അതിന് ശേഷമുള്ള അക്ഷരം തോ ആണ്, അത് ഇസ്തിഅലായിന്റെ അർഫാൻ, ഖുസ്സലഅത്തിൻ ഖിൽ എന്നിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ തഫ്ഖീമായിട്ട് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. നിർബന്ധമായും തഫ്ഖീമായിട്ട് തന്നെ വായിക്കേണ്ടതാണ്. ഖിർതാസും മിർസാദും റായിന് തഫ്ഖീമായിട്ടോദേനെ ഇസ്തിഅലായിൻ ഹറഫാറായിൻ പിറകിൽ കാരണമറിയേണേ. ഇർജഅ റായിന് മുന്നിൽ വന്നത് ആരിൽ കസ്റാണെന്നറിയേണേ. അമിർതാബു മുൻഫസില കസ്റത്തിൽ തഫ്ഖീമായിട്ടോദേണേ. ഈ ബൈത്തിലൂടെ പറയുന്നത് ഖിർതാസ് ഇർസാദ് എന്നീ വാക്കുകളൊക്കെ തഫ്ഖീമായിട്ടാണ് റാ ഉച്ചരിക്കേണ്ടത്. കാരണം അത് ഇസ്തിഅലായിന്റെ അർഫ് ശേഷം വന്നതുകൊണ്ടാണ്. അതുപോലെ ഇർജഅ എന്നതിനെ തഫ്ഖീമായിട്ടാണ് ഓതേണ്ടത്. കാരണം അത് റായിന് മുന്നിൽ വന്നത് ആരിലായ കസ്റാണ്, താൽക്കാലിക കസ്ർ അഥവാ പുതുതായ കസ്റാണ്. അമിർതാബു എന്ന വാക്കില് അതും തഫ്ഖീമായിട്ടാണ് ഓതേണ്ടത്, അത് മുൻഫസിലാണ്. അതുകൊണ്ടാണ് ഇതിന് തഫ്ഖീമായിട്ടാണ് ഓതേണ്ടതെന്നാണ് പറയുന്നത്. ദഫ്തർ താലിബ് നോക്കി ദീബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1. നഖർ സൂറത്ത് ശുഅറാ 61 മുതൽ 227 വരെ. വന്നംല് നംല് സൂറത്തും വനക്തശിഫു മിൻഹാ മഹല്ലാത്ത് തഫ്ഖീം റായി. റായിന്റെ സ്ഥലങ്ങൾ, റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ തഫ്ഖീമായിട്ട് തന്നെ ഓതുക. 2. നഹ്ഫൽ സൂറത്ത് യാസീൻ 71 മുതൽ 75 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കുക. അതുപോലെ ഹദ്ദാദ് റാത്തിബും കാണാതെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇനി നമുക്കതിന്റെ വർക്ക് വായിക്കാം. ഖവായി തഫ്ഖീമി റാ, ഇതിൽ ഒന്ന് നസിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഒന്ന്, റാഇന്റെ ഹറക്കത്ത് ലമ്മായി ലെറ്റർ സി റസുലുൻ. രണ്ട്, സുക്കൂനുള്ള റാഇന് മുമ്പ് ലൊമ്മ വന്നു ലെറ്റർ ഇ ഫുർഖാൻ. മൂന്ന്, സാക്കിനായ റാഇന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിന്റെ മുമ്പുള്ളതിന് ഫത്തഹാവുകയും ചെയ്യുക ലെറ്റർ എ ഷഹ്ർ. നാലാമത്തത്, സുക്കൂനുള്ള റാഇന് മുമ്പ് കസ്ർ ആദിലായി ലെറ്റർ ബി ഇർജിഇ. സാക്കിനായ റാഇന് മുമ്പ് കസ്റായി ശേഷം ഇസ്തിലായി അർഫ് വന്നു ലെറ്റർ ഡി ഇർതാസ്. നുൻഷിദു, ഒരു പാട്ടാണ്. ഫജറും ഗഫാറും ഖുസ്റും വഖഫിൽ തഫ്ഖീമാണെന്നറിയാണ്, റാഇന് മുമ്പ് സുക്കൂനായതിന് മുമ്പേ ഫത്തഹും ലമ്മാണ്. ഇതിൽ പറയുന്ന ഈ ബൈത്തിൽ പറയുന്നത് ഫജർ, ഗഫാർ, ഖുസ്ർ എന്നീ വാക്കുകളിൽ വഖഫ് ചെയ്യുമ്പോൾ തഫ്ഖീമായിട്ടാണ് ഓതേണ്ടത്. കാരണം റാഇന് മുമ്പ് കസ്റും അതിന്റെ മുമ്പ് ഫത്തഹോ ലമ്മോ ആയി വന്നു എന്നുള്ളതാണ് ഇവിടെ തഫ്ഖീം ചെയ്യേണ്ടത്. തഫ്ഖീം ചെയ്യാനുള്ള കാരണം അല്ലാഹു തആല തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങളൊക്കെ തഫ്ഖീമായിട്ട് തന്നെ ഓതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.